സംവാദത്തിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി സെലിബ്രിറ്റിയാണ്, അതേസമയം ജ്യോത്സ്യനുമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഹരി പത്തനാപുരത്തെ നിങ്ങൾക്ക് വേണ്ടി സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എങ്ങനെ കാണുന്നു ഹരി ഈ ഒരു വേഷത്തെ? ജ്യോത്സ്യം എന്നുള്ള വേഷമാണ്. ജ്യോത്സ്യമുള്ള വേഷമല്ല, ജ്യോത്സ്യമുള്ള വേഷമല്ല, സമൂഹം നൽകുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സെലിബ്രിറ്റി ജ്യോത്സ്യൻ എന്നുള്ള ഒരു വേഷം. അത് ശരിക്കും ഞാൻ എൻ്റെ ഒരു നിലപാടുകളെ തുടർന്നുണ്ടായ ഒരു കാര്യമാണ്. എനിക്ക് സന്തോഷം തോന്നുന്നത് ഒരുപക്ഷെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ സെൽഫി എടുക്കാൻ ആളുകൾ ഓടി വരുന്ന ആ രീതിയിലേക്ക് സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അത് ചിലപ്പം ചില നിലപാടുകളുടെ പശ്ചാത്തലത്തിലുള്ളതാണ്, ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, വിമർശകർ ധാരാളമുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതൽ. ശരിക്കും ഞാനിതിൽ സംതൃപ്തരാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടാവുമെങ്കിലും അതെനിക്ക് രസമാണ്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇട്ടുകൊടുക്കും. പക്ഷെ പൊതുവിൽ ആളുകളുടെ ഇടയിൽ ഒരു നിലപാടുകളോടൊരു യോജിപ്പായിട്ടാണ് എനിക്ക് നമ്മൾ പൊതുവെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ തോന്നുന്നത്. നിലപാടുകളാണ് ഒരുപക്ഷെ നമ്മളെ സെലിബ്രിറ്റി ആക്കിയത്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം, വേണമെങ്കിൽ. കാരണം ഇതിലൊരു കാര്യം, എന്റെ മുമ്പിൽ വഴി കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി എന്റെ മുമ്പിലുണ്ട്. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് വേറൊരു നിലപാട് സ്വീകരിച്ചത്. നിശബ്ദനായാൽ ഇപ്പുറത്ത് പണം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും എനിക്ക് കൂടുതലായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പറയുന്നത് ഒരു പ്രശസ്തിക്കോ പണമുണ്ടാക്കാനോ അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഒരു കുലത്തൊഴിൽ, ഞങ്ങളുടെ പാരമ്പര്യമായി എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും ഒക്കെ കൈകാര്യം ചെയ്തു വന്ന ഒരു കുലത്തൊഴിൽ, ഞങ്ങളുടെ സമുദായം, ഘടക സമുദായം കൈകാര്യം ചെയ്തു വന്ന ഒരു കുലത്തൊഴിൽ, അതിനെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില ആളുകൾക്കെതിരെയുള്ള വിമർശനങ്ങളാണല്ലോ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഇത് ഉന്നയിക്കാതിരുന്നാൽ എനിക്ക് ലാഭമാണ്, ഉന്നയിക്കുന്നതോറും എനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ട്, മനസമാധാനം കേടും ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടം ഞങ്ങളുടെ കുലത്തൊഴിലിനെ നല്ല രീതിയിൽ ആളുകളുടെ ഇടയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ ചെറുപ്പക്കാർ, ഇപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഭയങ്കര തട്ടിപ്പ് പരിപാടിയാണ് എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇതിനെന്തോരും കാര്യമുണ്ടെന്നും ഇതിനെ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നും ഒരു ചിന്ത ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര സാധിച്ചു. നല്ല മാറ്റമാണ്. യഥാർത്ഥ ജ്യോതിഷത്തെ ഒരു പുതിയ ഫോർമാറ്റിൽ അവതരിപ്പിക്കുകയില്ലേ ചെയ്തത്? അതെ, ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജ്യോതിഷം എന്നല്ല എല്ലാ കാര്യങ്ങളെയും ഫോർമാറ്റുകൾ മാറ്റണം. കാരണം ഈ ഋഷീശ്വരന്മാർ കണ്ടെത്തി വെച്ചിട്ടുള്ള കാര്യം അവരുടെ ഒബ്സർവേഷൻ, അവർ കണ്ടെത്തിയതാണ്, അവരുടെ പഠനങ്ങൾ, അവരുടെ ഒബ്സർവേഷനിൽ കണ്ടെത്തിയ ഒരു കാര്യത്തെ അവിടെ തന്നെ അങ്ങ് നിർത്തരുത്. നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. കാരണം കാലോചിതമായി ഇതിനെ മാറ്റണം. അത് മാറ്റുന്നില്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ വലിയ സമയമോശമുള്ള സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പറയുന്നുണ്ട്, അകാലചര്യാം മൃഗയാം ച സാഹസം സുദൂരയാനം ഗജവാജി വാഹനം ഗൃഹാപരേഷാം ഗമനം ച വർജയിൽ എന്ന് പറഞ്ഞൊരു പദ്യമുണ്ട്. അകാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കണം. അതിൽ ഗജവാജി വാഹനം എന്ന് പറയുന്നത്, അതായത് ആനയും കുതിരയെയും വാഹനമായിട്ട് ഉപയോഗിച്ച് ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് വരുന്ന ഒരാളോട് ആന വാഹനം ശ്രദ്ധിക്കണം, കുതിര വാഹനം ശ്രദ്ധിക്കണം എന്ന് ആരും പറയില്ലല്ലോ. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതൊരു മാറ്റമാണ്. അതേ മാറ്റം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൗൺസിലിംഗ് ജ്യോതിഷത്തിലൂടെ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് പഠിച്ച സൈക്കോളജിസ്റ്റുകളുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് വരുന്നത്. ഒരിക്കലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ലോട്ടറി അടിച്ചു എന്ന് പറയാൻ ആരും വരത്തില്ല, ശമ്പളം കൂടി കിട്ടി എന്ന് പറയാൻ ആരും വരത്തില്ല. അവന്റെ പ്രശ്നങ്ങൾ പറയാനാണ് വരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഒരു ആശ്വാസത്തിന് ചെല്ലുമ്പോൾ അത് ആശ്വാസം കൊടുക്കുന്നതിന് പകരം അവനോട് കൂടുതൽ പ്രശ്നങ്ങൾ അവന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് പണം പിടുങ്ങുന്ന ഒരു രീതി എതിർക്കപ്പെടേണ്ടതാണ്. ഇത് എതിർത്തില്ലെന്നുള്ള അപകടം ആളുകൾ വിശ്വാസമില്ലായ്മയായി പോകും. ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് പോകും. അപ്പൊ ഇതിൽ നിലപാടെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ തുടർന്ന് വന്ന രീതികളുണ്ട്. പക്ഷെ അവർക്ക് അന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നില്ല. എന്റെ തലമുറ വന്നപ്പോൾ ഇതിൽ പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ട്. അവർ വന്നിരുന്ന ആളുകളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് എന്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയും. അത് പറയുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് പറയാതിരിക്കുന്നതാണ് ലാഭം. പറയാതിരിക്കുമ്പോഴാണ് എനിക്ക് വേണമെങ്കിൽ ഒരാൾക്ക് മന്ത്രവാദം ചെയ്യാൻ കൊടുത്തിട്ട് പൈസ മേടിക്കാം, കമ്മീഷൻ മേടിക്കാം. അത് വേണ്ട. എൻ്റെ ഒരു കുലത്തൊഴിലിനെ എന്റെ കാലത്തോളം അത് ചൂഷണത്തിന് കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ നിലപാട്. നമ്മളിങ്ങനെ തുറന്നു പറയുമ്പോൾ ഈ ഹേറ്റേഴ്സ് കൂടുമല്ലോ, അപ്പൊ അത് ഒഴിവാക്കാൻ അതെന്ന് വെച്ചാൽ ഒന്ന് ഈ ഹേറ്റേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചില സജഷൻസിൽ വിശ്വാസികൾ വീണു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നരബലി ഉണ്ടായ സമയം, അന്ന് എനിക്ക് എന്റെ ജീവിതത്തിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു സൈബർ അറ്റാക്ക് നേരിട്ടൊരു സമയമാണ് നരബലി. അന്ന് ഞാൻ പറഞ്ഞത് നരബലി എന്നുള്ളത് ജ്യോതിഷമല്ല, നരബലി എന്നുള്ളത് ഹിന്ദു ആചാരമല്ല, ഇത് തെറ്റാണ്, ഇത് തട്ടിപ്പാണ്, ഇതിന് നിന്നു കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പം ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകൾ ഇയാൾക്ക് ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷി എന്നൊരു ടാഗ്ലൈൻ ഉണ്ടാക്കി.
അപ്പൊ ഇതിൽ കുറെ വിശ്വാസികൾ വീണുപോയി അന്ന്. കാരണം ഇയാൾക്ക് വിശ്വാസമില്ലേ വിട്ടുപോകൂടി. എന്റെ ചോദ്യം, ഈ നരബലിയാണ് ജ്യോതിഷമെന്നാണോ ഈ വിശ്വാസികൾ വിശ്വസിക്കുന്നത്? അല്ല, നരബലിയാണ് ഹിന്ദു ആചാരം എന്നാണോ ഈ വിശ്വാസികൾ? നമ്മുടെ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു പ്രശ്നം, ഈ ഗ്രന്ഥങ്ങളിലേറെയും സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും പറയാം, എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. ഒരു ഉസ്താദിന് അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ വേഷം കെട്ടിക്കൊണ്ട് ഇസ്ലാം മത വിശ്വാസിയെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഉസ്താക്കന്മാര് കബളിപ്പിക്കുന്നവരുണ്ടാവും. അവരുടെ ഒരു വീട്ടിലേക്ക് ഒരു കള്ളൻ, ഒരു ക്രിമിനൽ ഒരു വേഷം കെട്ടി ചെന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാസിൻ ഓതാന്ന് പറയുമ്പോൾ യാസിൻ വൽ ഖുർആനിലക്കും ഇന്ന കലമിനൽ മർസൽ, ഇതൊക്കെയാണ് അതിന്റെ ഒരു ശ്ലോകൻ. ഇത് പറയുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും ഇവൻ ഇതേപ്പറ്റി വലിയ ധാരണയില്ല. കാരണം അവിടുത്തെ എല്ലാവർക്കും ഖുർആനെ പറ്റിയും അവരുടെ മതഗ്രന്ഥത്തെ പറ്റിയും കൃത്യമായ ബോധ്യമുണ്ട്. എങ്ങനെ നിസ്കരിക്കണം, എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി. ഒരു പള്ളിയിലച്ചന്റെ വേഷം കെട്ടിക്കൊണ്ട് ക്രിസ്ത്യാനിയെ കളിപ്പിക്കാൻ പറ്റത്തില്ല. പള്ളിയിലച്ചന്മാര് കളിപ്പിക്കുന്നവരുണ്ടാവാം, പക്ഷെ വേഷം കെട്ടി കളിപ്പിക്കാൻ പറ്റില്ല. കാരണം അവിടെ ചെന്ന് ഇപ്പൊ സങ്കീർത്തനങ്ങളിലെ 91 സങ്കീർത്തനം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുകയും സർവശക്തനെ നൽകി കഴിയുകയും ചെയ്യുന്നു കർത്താവിനോട് പറഞ്ഞ് തുടങ്ങുമ്പോ കൊച്ചുകുട്ടിക്ക് മനസ്സിലായെന്ന് പറയുന്നതിനകത്ത് അവരുടെ സ്ലാങ് പോലും ഒരു ഡിഫറെന്റ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് കള്ളനും കൊലപാതകിക്കും നരബലി നടത്തുന്ന ഷാഫിക്കും അടക്കം ഹൈന്ദവ വിശ്വാസികളെ കബളിപ്പിക്കാം. നരബലി നടത്തിയാൽ ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിശ്വസിച്ച് വീണു പോയത് ഹൈന്ദവ വിശ്വാസികളാണ്. അത് വീഴാൻ പാടില്ല. നിങ്ങളോട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം എന്തെങ്കിലും ലോജിക് ഉള്ളതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത് നമ്മുടെ ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവത്ഗീതയിലെ മുഴുവൻ പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരമയ വിമർശയിതശേഷേണ യഥായിച്ചസി തഥാ ഗുരു. അതായത് നീ ഇതങ്ങനെ പഠിക്കരുത്, വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്യണം. ശരി ഏത് തെറ്റേത് ഇത് ചെയ്യണം. അല്ലാതെ ജ്യോതിഷമാണെന്ന് പറഞ്ഞ് പറയുന്നതെല്ലാം ജ്യോതിഷമാണെന്നും പറയുന്നതെല്ലാം ഇതാണെന്ന് ചിന്തിക്കുമ്പോൾ, അതിനെതിരെ പറയുമ്പോൾ ഇതൊരു വലിയ പണം ഉണ്ടാക്കുന്ന മാർഗമാണ്, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന മാർഗമാണ്. അപ്പൊ ഇതിനെതിരെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ മരിച്ചുപോയ അച്ഛൻ വന്ന് നിങ്ങളുടെ കല്യാണം മുടക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ടത് വിശ്വസിക്കും. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ അച്ഛൻ കല്യാണം മുടക്കത്തില്ലെന്ന് പറയുമ്പോൾ അതെന്തിനാണ് അങ്ങനെ പൈസ മുടക്കുന്നതെന്നൊരു വിശ്വാസി ചോദിക്കുമ്പോൾ കേൾക്കുന്ന മന്ത്രവാദിക്ക് വിഷമം വരും. എടാ ഇവൻ ലാഭം പറഞ്ഞുകൊണ്ടാണല്ലോ ഇവൻ എന്റെ അടുത്ത് ഇവന്റെ ഇത് പൈസ കിട്ടാത്തതെന്ന് ചിന്തിക്കുന്ന ദേഷ്യം വരും. ആ ദേഷ്യം അവർ പല രീതിയിൽ പ്രകടിപ്പിക്കും. അത് ഏറ്റെടുത്ത് കുറെ വിശ്വാസികൾ ചിലപ്പോൾ അതിൽ വീണു പോകാം. പക്ഷെ എനിക്കിതൊന്നും കാര്യമില്ല. നമ്മളൊരു നിലപാട് അഭിലാഷ പറയുമ്പോൾ സ്വാഭാവികമായി എതിർപ്പുണ്ടാകും എന്ന് വിചാരിച്ചു തന്നെ നമ്മൾ പറയണം. അല്ലാതെ എല്ലാവരും പൂച്ചണ്ട് തരും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോണം. ഈ വിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഒരു വരമ്പിലാണല്ലോ കാര്യം നിൽക്കുന്നത്. ഇതെങ്ങനെ അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ വിശ്വാസത്തിനെ പിടിച്ചു? ശരിക്കും വിശ്വാസം അന്ധവിശ്വാസം എന്നല്ല, ആചാരം അനാചാരം. കാരണം ലോകത്തുള്ള എല്ലാ വിശ്വാസവും അന്ധം. നമ്മളിപ്പോ സയൻസ് ആണെങ്കിൽ പോലും ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആയിരിക്കത്തില്ല നാളെ, കാരണം പുതിയ കണ്ടെത്തൽ വരും. അപ്പം ആ വിശ്വാസം അന്ധമായി. ലോകത്തുള്ള സകല വിശ്വാസവും അന്ധമാണ്. ആചാരം അനാചാരം എന്നാണ്. അതിന് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒറ്റ ടിപ്പേ ഉള്ളൂ. നമ്മൾ ഏത് ആചാര്യന്റെ അടുത്ത് ചെന്നാലും അയാൾക്ക് പണം കിട്ടുന്ന ഒരു കാര്യത്തിനേക്ക് വേണ്ടി അയാൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം അവതരിപ്പിച്ചാൽ മനസ്സിലായിക്കോണേ തട്ടിപ്പാണ്. എനിക്ക് കുറച്ച് പൈസ കൊണ്ട് തന്നാൽ ഞാനിത് മാറ്റാം. നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഓക്കെ, സാധ്യത ഉണ്ടെങ്കിൽ ഉണ്ട്, എന്നാൽ ഞാനത് ഒഴിവാക്കി തരാം, നിങ്ങളൊരു 30,000 രൂപ കൊണ്ട് കൊണ്ടുതരൂ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ വിശ്വാസം ഒന്ന് ചിന്തിക്കണം, ഈ 30,000 രൂപ കൊടുത്താൽ ഇവൻ എങ്ങനെയാണ് മരണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇതിപ്പം ഞാൻ പറയുന്നത് അങ്ങ് എതിർത്തോട്ടെ, ഞാൻ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷയാണ്, ഹിന്ദു ആചാരത്തിനെതിരാണ്, അങ്ങനെ സംഭവിച്ചോട്ടെ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നേ, നിങ്ങൾ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അത് മരിച്ചു പോകരുതെങ്കിൽ നിങ്ങളൊരു 30,000 രൂപ കൊണ്ട് തരൂ എന്ന് പറയുമ്പോൾ, എടാ നീ ഒന്ന് ചിന്തിക്കണ്ടേ, ഈ 30,000 രൂപ കൊടുത്താൽ എങ്ങനെയാണ് മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത്? അങ്ങനെ നീ ജോലിച്ച് മരിക്കത്തില്ലേ? അയാൾക്ക് ചെലവുമില്ലല്ലോ. പിന്നെ കൂടുപാത്രം ചെയ്ത ഒരാളെ നശിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ ആദ്യം നശിപ്പിക്കപ്പെടേണ്ട ആൾ ഞാനാണ്. കാരണം ഞാൻ ഈ മന്ത്രവാദികളെ എന്ത് ഒരു വായു എന്ന് പറയുന്ന ആളാണ്. തട്ടിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഹൈന്ദവ ആചാരമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന രീതികൾ ആളുകളുണ്ട്. അതിൽ പോയി വീഴാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. അപ്പം ആചാരം അനാചാരം എന്ന നിലയിലേക്ക് മാറണം. ഈ മേഖലയിലും കൂടുതൽ സെലിബ്രിറ്റികളാണ് കടന്നു വരുന്നത്. പ്രത്യേകിച്ചും ഈ ഹരിയുടെ ഇടപാടുകാരിൽ തന്നെ കൂടുതൽ, അല്ലെങ്കിൽ ഹരി ആശ്രയിക്കുന്നതിൽ കൂടുതൽ സെലിബ്രിറ്റികളാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അവർക്കിടയിൽ ഇതൊരു ഇൻസെക്യൂരിറ്റി ഫീലാണ്. ഇപ്പൊ പൈസ ഇല്ലാത്തവനെ സംബന്ധിച്ച് അവന് എന്താണ് പ്രശ്നം? അവനാകെ പ്രശ്നം ഒരു നേരത്തെ ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ അവന്റെ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കണം, ആ കുഞ്ഞിനെ പഠിപ്പിച്ചാൽ അത് കൂടുതൽ പഠിക്കുമോ, അല്ലെങ്കിൽ എനിക്കൊരു വീട് വെക്കണം. ഇതിനപ്പുറത്തേക്ക് അവന് വേറെ മോഹമില്ല. എവിടെയാണ് ഈ സെലിബ്രിറ്റികൾക്ക് വരുന്നത്? ഇവൻ ഉള്ള സമ്പത്ത് മറ്റൊരുതൻ പുറത്തിരുന്നുകൊണ്ട് എങ്ങനെങ്കിലും ഇതിനെ മന്ത്രവാദം ചെയ്തെടുക്കുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തെടുക്കുവോ, എനിക്ക് ശത്രുക്കൾ ഉണ്ടാവോ എന്ന ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത്. പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികളെ ഇത്തരം കാര്യങ്ങൾ പറ്റിക്കാൻ ഭയങ്കര എളുപ്പം. കാരണം ഇവർക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ട്.
ഇവർക്കെതിരുള്ള ഒരാൾ ഇവരെ ആക്രമിക്കും. ഇപ്പം അഭിലാഷ് നിൽക്കുന്ന നിങ്ങൾ സമാധാനത്തെ രാവിലെ മുതൽ നിൽക്കുന്നു, വൈകിട്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നു. കാരണം നിങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ബാങ്കുകളിൽ രഹസ്യ സമ്പാദ്യങ്ങളില്ല. നിങ്ങളുടെ വീട്ടിൽ ED വരുമോ എന്ന് നിങ്ങൾക്ക് ഭയമില്ല. നിങ്ങളെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് ഭയമില്ല. ഈ ഭയം ഉണ്ടാകുമ്പോൾ അതിന് ഇത്തരം ആളുകളെ സമീപിക്കും. സ്വാഭാവികമായിട്ട് സെലിബ്രിറ്റികൾക്ക് വലിയ വിശ്വാസമുണ്ട്. പിന്നെ നല്ല കാര്യങ്ങൾക്കും വരുന്ന ആളുകളുണ്ട്. ശരിക്കും അവർ സെലിബ്രിറ്റികളാണെങ്കിലും അവർക്ക് ഈ മാനസികമായിട്ട് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു ജ്യോത്സ്യന് തീർച്ചയായിട്ടും അവരെ ജീവിതത്തിലേക്ക് കരകയറ്റാം. വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ, അതീവ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ട്. അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ വന്നതാണ്, വലിയ സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകൻ കല്യാണം കഴിച്ചു, വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാതിരുന്നു. പിന്നീട് ആ കുട്ടി പ്രഗ്നന്റ് ആയപ്പോൾ ആ സമയത്ത് ഏതോ ഒരു ആസ്ട്രോളജറെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഈ കുഞ്ഞ് ജനിക്കുമ്പോഴേ മരിച്ചു പോകും എന്ന്. ഇവർ ഭയന്നുപോയി. അപ്പൊ ആള് പറഞ്ഞു, ഒരു 3.5 ലക്ഷം രൂപ എന്തോ കൊണ്ടുവരുമ്പോ ഞാൻ ഒരു പൂജ ചെയ്തിട്ട് അത് മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് 3.5 ലക്ഷം രൂപ ഒരു പ്രശ്നമല്ല, കാരണം ഒരു അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവരുടെ പ്രശ്നം, അവർക്ക് ഈ കുട്ടി പ്രസവിക്കുന്നത് വരെയുള്ള കാലയളവിൽ ഈ കുഞ്ഞു മരിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ആ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. കാരണം ടെൻഷനിൽ നമ്മൾ ആ പ്രഗ്നൻസി സമയത്ത് ഉണ്ടായാൽ അത് മൊത്തം കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. അപ്പൊ അവര് എന്നെ കാണാൻ വന്നെന്ന് വെച്ചാല്, ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ കുറച്ച് ജെനുവിൻ ആണെന്ന് തോന്നുന്നു, നിങ്ങൾ ഇത് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഈ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല. ഇനി ആ കുഞ്ഞിന് സംഭവിക്കണമെങ്കിൽ ഈ 3.5 ലക്ഷം രൂപ ഒരു പൂജയ്ക്കോ ഹോമത്തിനോ കൊടുത്താൽ എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ ഈ അസുഖം മാറ്റാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ മരണത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ പറ്റുന്നത്? അത് പറ്റത്തില്ല. അപ്പൊ കുറച്ച് സമാധാനമുണ്ട്. ഞാൻ ഉറപ്പാണ്, എന്റെ ഗ്യാരണ്ടിയാണ്, ഈ കുഞ്ഞ് നല്ലോണം ജനിക്കും, നല്ലതുപോലെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്കൊരു ഉറപ്പ് കൊടുത്തു. 3.5 ലക്ഷം രൂപ മേടിച്ചില്ല, വേണേ എനിക്കത് മേടിക്കാമേ, ഞാനത് വേണ്ടാന്ന് വെച്ച പൈസയാണ്. ഞാൻ അതിന്റെ ഒരു ക്ലൈമാക്സ് കൂടെ പറഞ്ഞുതരാം. അങ്ങനെ ഇവര് പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുഞ്ഞിനൊരു 3.5 വയസ്സോ മറ്റോ ആയിട്ടുണ്ടാവാം. ഇത്തരം ആളുകൾ വരുമ്പോ ഞാൻ ശരിക്കും ഇത്തരം ആളുകളെ ഉപയോഗിക്കുന്ന എവിടെയാണെന്നറിയോ? ഈ പ്രളയം വരുമ്പോൾ, കോവിഡ് വരുമ്പോൾ, അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇവരെ വിളിച്ചിട്ട് പറയും, ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങളൊരു സഹായം ചെയ്യണം എന്നും. അപ്പം ഞാൻ നമ്മുടെ ചെങ്കോട്ടയിൽ ഒരു കോളേജ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ബിനു എന്നാണ്, അഡ്വക്കേറ്റ് ബിനു. അപ്പൊ ഇയാള് ഇങ്ങനെ ഇടയ്ക്ക് ഞാനുമായിട്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. വേണമെങ്കിൽ അയാൾക്ക് അതിസമ്പന്നനായിട്ടുള്ള ആളാണ്. ഞാൻ ഈ പ്രളയം വന്നപ്പോൾ ഇപ്പം വയനാട്ടിലെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾ ഒരു 2 പിള്ളേരെ വയനാട്ടിലുള്ളവരെ ഒന്ന് സൗജന്യമായിട്ട് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ 2 പിള്ളേരെ അല്ല, ഞാൻ 20 പിള്ളേരെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത്, അന്ന് പൈസ മേടിച്ചെങ്കിൽ അവന് ചെയ്യത്തില്ല. ഇതുപോലെ എത്ര പേർ. പക്ഷെ ഏറ്റവും രസം, ഞാൻ ഈ ആളുകളെ വിളിച്ചു. ഈ കൊച്ചു മരിച്ചു പോകും എന്ന് പറഞ്ഞ് ആളുകളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വയനാട്ടിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സംഘടനകളിലോ എന്തിനെങ്കിലും നിങ്ങൾ കുറച്ച് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒക്കുമെങ്കിൽ അവിടെ ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഇന്നേ വരെ ഈ ഫോൺ എന്റെ എടുത്തിട്ടില്ല. ഇത് നിങ്ങളൊന്ന് ടെലികാസ്റ്റ് ചെയ്യണം, കാരണം ഞാൻ പേര് പറയുന്നില്ലെങ്കിലും അവരൊന്ന് കാണണം. കാരണം അന്ന് എനിക്ക് വേണമെങ്കിൽ ഇവരുടെ 3.5 ലക്ഷം രൂപ എനിക്ക് മേടിക്കാമായിരുന്നു. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എനിക്ക് തരണമെന്നൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറയാം, വയനാട്ടിൽ ആർക്കെങ്കിലും വീട് വെച്ച് അത് എന്റെ അക്കൗണ്ടിൽ തരണമെന്നും അല്ല പറഞ്ഞത്. എന്റെ അക്കൗണ്ടിൽ തരട്ടെ എന്ന് ചോദിച്ചു മെസ്സഞ്ചറിലൊക്കെ എത്ര മെസ്സേജ് വന്ന് ഞാൻ അഭിലാഷിനെ കാണിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയുള്ള പണമിടപാടുകൾ മേടിക്കാറില്ല. പക്ഷെ അത് ചെയ്യാമായിരുന്നു അവർക്ക്. അന്നത്തെ 3.5 ലക്ഷം രൂപ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഇവരുടെ കയ്യിൽ ഈ 3.5 ലക്ഷം രൂപ നമ്മൾ ഇവർക്ക് സേവ് ചെയ്ത് കൊടുത്തത് എന്ന് ചിന്തിച്ചു. പക്ഷെ ഒരാൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ അവിടുത്തെ സ്റ്റൈലൻ എന്ന് പറയുന്ന തുണിക്കട, ഷൈൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, ഞാനാണ് അയാളോട് പറയാൻ ഇങ്ങനെ സംസാരിച്ചപ്പം തുണി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അയാൾ ഓണത്തിന് പർച്ചേസ് ചെയ്ത് വെച്ച തുണികൾ കംപ്ലീറ്റ് അവിടത്തേക്ക് കൊടുത്തു. ഇത് ഒത്തിരി പേരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ സഹായം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരം ഭയപ്പെടുത്തലിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ തിരിച്ച് നമ്മളെ ഈ അവസരത്തിൽ സഹായിച്ചിട്ടില്ല എന്നുള്ള കാര്യവുമുണ്ട്. ഇപ്പൊ പല സെലിബ്രിറ്റികളുടെയും ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹരിയുടെ ഉപദേശങ്ങൾ അവർക്ക് വലിയ അനുഗ്രഹമാവാറുണ്ട്, അല്ലെങ്കിൽ ആശ്വാസമാവാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖരായ പല ചലച്ചിത്ര താരങ്ങളുടെ ജീവിതത്തിൽ ഹരി നിർണായകമായ ചില ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പറയാം. ഇതിൽ ജ്യോതിഷപരമായ ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ചില സെലിബ്രിറ്റി, ഇപ്പം അഭിലാഷിന് അറിയാവുന്ന ചില ആളുകൾ, അവരുടെ ജീവിതത്തിൽ ഈ 7:30 സമയം എന്നൊക്കെ പറയുന്ന സമയത്ത് വന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് മാനസികമായി തകർന്ന് ആത്മഹത്യയുടെ മുൻപിലൊക്കെ വന്നിട്ടുണ്ട്, വളരെ അറിയപ്പെടുന്ന ആളുകൾ. ശരിക്കും ആ സമയത്ത് അവരെ ഒന്ന് കൈപിടിച്ച് കയറ്റുക എന്നുള്ളത് ഒരു ജ്യോത്സ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാൻ നമുക്ക് അവരെ നിർദ്ദേശിക്കാം. വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് പൈസ കൊണ്ടുതരാൻ പറയാം. എനിക്ക് പൈസ കൊണ്ടുതരാൻ ഞാൻ പറയുന്നില്ല എന്നുള്ളിടത്താണ് എന്റെ വിജയമാണോ പരാജയമാണോ രണ്ടാമെങ്കിൽ. ഇതിങ്ങനെ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ?
ഞാൻ ഒരാളോട് പോലും അങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ചാനല് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലാണ്. ഇതിലൂടെ കേൾക്കുമ്പോൾ ഒരുത്തൻ അല്ല നീ എന്നെ പറ്റിച്ച് പൈസ മേടിച്ചു എന്ന് തെളിവ് സഹിതം വേണമെങ്കിൽ പറയാൻ സാധ്യതയുണ്ട്. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഉറപ്പിച്ചത് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ ശരിക്കും ഒരു മനസ്സമാധാനം കൊടുത്താൽ തന്നെ ഇവർക്കത് ഒരു സംതൃപ്തിയാണ്. പിന്നെ നമ്മൾ പറയും ഒരു 7.5 കാലമാണ്, ഇത്ര വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമയം കഴിയുമ്പോൾ അവരുടെ പ്രശ്നം തീരുമെന്ന്. കാരണം അവരതിന് വർക്ക് ചെയ്യും. ഇതിനകത്ത് ജ്യോതിഷപരമായ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനമുണ്ട്. ഞാൻ ഉദാഹരണം ഒരു കാര്യം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ദുബൈയിലുണ്ട്. അവനെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ബിസിനസ്സിൽ ഇവനങ്ങ് അടിക്കടി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇവന് ഒന്നും നടക്കാതായി. അപ്പം ഇവനങ്ങനെ വിഷമിച്ചിട്ട് ഒരു ദിവസം ഇവന്റെ വൈഫിനോട് പറഞ്ഞു, മിക്കവാറും സൂയിസൈഡ് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ഫിനാൻഷ്യലി വലിയ പ്രതിസന്ധിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരി ഇവനിങ്ങനെ പറയുന്നു, ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, അല്ലാതെ ഹരി ഒന്ന് വിളിക്കുമോ ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെന്താ, അങ്ങനെ ഞാൻ അവനെ വിളിച്ചു. എന്തുകൊണ്ടാ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയാ, ഞാൻ നിന്നെ ഒന്ന് വിളിക്കണം എന്ന് വെച്ചിരിക്കുമായിരുന്നു, എനിക്ക് വല്ലാത്ത ഒരു പ്രശ്നമുണ്ട്, അപ്പോ അതൊന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ ഒന്നിനും മൂവ് ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ, നിന്റെ സമയത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് 1 വർഷമുണ്ട്, അത് ആസ്ട്രോളജിയാണ് കേട്ടോ. കൃത്യമായി ആ 1 വർഷം കഴിയുമ്പോൾ അവന്റെ ജാതകത്തിൽ ഒരു അപഹാരം മാറുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ടൈം അതൊരു സെപ്റ്റംബർ 14, ഒരു ഉദാഹരണ ഡേറ്റ് പറയാം, സെപ്റ്റംബർ 14 വരെ നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആ പ്രശ്നമുണ്ടെങ്കിൽ നീ വർക്ക് ചെയ്യണം, നീ പ്രവർത്തിക്കണം. പക്ഷെ ഒരു ഫലവും കിട്ടത്തില്ല, എങ്കിലും നീ പ്രവർത്തിക്കണം. ആ ഡേറ്റ് ആവുമ്പോൾ നിന്റെ കാര്യങ്ങൾ മാറും. അപ്പൊ നമുക്കിവിടെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളുണ്ട്, അത് ചെയ്യാം, ഒപ്പം നീ പ്രവർത്തിക്കുകയും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ അടുത്ത ദിവസം മുതൽ അന്ന് വരെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവൻ ഒരാളെ അപ്രോച്ച് ചെയ്യും ഇവന്റെ വർക്കുമായി ബന്ധപ്പെട്ട്. അപ്പൊ അയാൾ പറയില്ല, ഇപ്പൊ അത് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇവൻ മെന്റലി ഡൗൺ ആണ്. അതിന് ശേഷം ഇവൻ ചെല്ലുമ്പോ അയാള് ഇല്ല വലിയ പാടാന്ന് പറയുമ്പോ ഇവൻ സെപ്റ്റംബർ 14 കഴിയട്ടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്രോച്ച് ചെയ്യും. കാരണം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാ, നീ വീണ്ടും ചെല്ലണം, നീ വീണ്ടും പോകണം, ഇന്ന് ചിലപ്പോ പോകുമ്പോൾ നിനക്ക് ഒരാളെ കാണാൻ പറ്റത്തില്ല, നീ നാളെ വീണ്ടും പോകണം. അപ്പൊ ഇവൻ ഈ ആ ഡേറ്റ് ഇവന്റെ മനസ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചുകൊണ്ട് ഇവൻ ഹാർഡായിട്ട് വർക്ക് ചെയ്തു. റിജക്ട് ചെയ്യുന്നവരുടെ അടുത്ത് വീണ്ടും ഇവൻ തിരിച്ചുകൊണ്ട് കടന്നു ചെയ്തു. അതിനു മുമ്പാന്ന് ചെല്ലത്തില്ല, കൃത്യ സമയത്ത് അവന്റെ പ്രശ്നം തീർന്നത്. അതിനകത്തൊരു ആസ്ട്രോളജി ഉണ്ട്, ഒപ്പം പ്രവർത്തനമുണ്ട്. അതും ജ്യോതിഷത്തിൽ പറയുന്നതാണ്, ഉത്സാഹിനാം പുരുഷ സിംഹം ഉപേതി ലക്ഷ്മി. ഉത്സാഹിക്കുന്ന സിംഹത്തിനെ മാനിനെ പിടിക്കാൻ പറ്റും. ചുമ്മാ വെറുതെ ഇരുന്നിട്ട് ആ മാൻ ഇങ്ങോട്ട് കൂട്ടിലോട്ട് കയറി വരുമെന്ന് പറഞ്ഞാൽ മാൻ തരത്തില്ല. നിങ്ങൾ പ്രവർത്തിക്കണം. ജ്യോതിഷപ്രകാരം നിങ്ങൾക്ക് സമയം, നല്ല സമയം മോശ സമയമൊക്കെ വരുമായിരിക്കാം. പക്ഷെ ആ നല്ല സമയമാകുമ്പോഴും മോശ സമയമാകുമ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യാനുള്ളത് വർക്ക് ചെയ്യണം. അതിനകത്ത് എത്രത്തോളം ഹാർഡ് വർക്ക് നിങ്ങൾക്ക് സമയം മോശമാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹാർഡായിട്ട് വർക്ക് ചെയ്യാം. ചിലപ്പോൾ മറ്റു സമയത്ത് നിങ്ങൾക്ക് സോഫ്റ്റ് വർക്ക് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മളെ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നല്ല അഭിലാഷേ. ലോകത്ത് ഏത് മനുഷ്യനും അവൻ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ അവനൊരു പ്രോപ്പർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തൊരാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ്, ഞാൻ ഇമോഷണലി ഡൗൺ ആയിരുന്നാൽ എന്റെ ലൈഫിൽ പോലും എനിക്ക് ഒരിക്കലും ഒരു ഉപദേശം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു ലോക തത്വമാണ്. ആ സമയത്ത് ഒരു തേർഡ് പേഴ്സൺ, അത് അറിവുള്ള ഒരാളായിരിക്കണം. ഒരു തേർഡ് പേഴ്സൺ അയാൾക്ക് നല്ലൊരു ഉപദേശം കൊടുക്കാൻ പറ്റും. അതൊരു ആസ്ട്രോളജർ ആണെങ്കിൽ അതിനകത്തൊരു ആത്മീയതയുടെ അംശം വരും, അവനത് ഫോളോ ചെയ്യും. ഇന്നത്തെ ഗുണം അതാണ്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു കുട്ടി, അവനൊരു സ്കൂട്ടർ എടുക്കണം എന്ന്, അവൻ ബൈക്ക് എടുത്താൽ അവൻ അപകടം പറ്റും. അവൻ അത്രയ്ക്ക് സ്പീഡിൽ ബൈക്കിൽ പോകുന്ന ആളാണ്. അവൻ ഹിന്ദു വിശ്വാസി അല്ലതാണ്, ഭയങ്കര വേഗതയിൽ പോകുന്ന ആളാണ്. അപ്പോ ഇവരുടെ ഇപ്പം വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി എനിക്ക് ബൈക്ക് എടുത്ത് തരണമെന്ന് അവസാനം ഗതി കെട്ട് അവന്റെ അപ്പൻ പറഞ്ഞ് കളിച്ചില്ല, എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുമോനെ, നീ എന്തായാലും എടുക്കണ്ടെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത്, പക്ഷെ നിനക്ക് നിർബന്ധമാണ്, നീ ഹരിയാണ എടുത്ത് പോയി ഒന്ന് സമയം നോക്കാൻ പറയാം. അങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോയിട്ട് അന്ന് രാത്രി വേറെ അമ്മ എന്നെ വിളിക്കുന്നു, ഹരി അവനോട് എന്തു പറഞ്ഞു? അവനൊന്നുമില്ല, ഞാൻ സമയം എടുത്തു കൊടുത്തു വിട്ടു. വേറെ എന്തെങ്കിലും പറഞ്ഞു? എന്താ കാര്യം? അത് അവൻ ഇവിടെ വന്ന് പറഞ്ഞു, ഇപ്പൊ ബൈക്ക് വേണ്ട, 1.5 വർഷം കഴിഞ്ഞ് മതിയെന്ന്. ഇപ്പൊ എന്ത് സമയം? ഞാൻ അവനോട് മോനെ ഇടാൻ, എനിക്ക് ഇപ്പൊ ഇത്തിരി സമയം മോശമുണ്ട്, 1.5 വർഷം വരെ മോശമാണ്, ചിലപ്പോൾ അപകടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, അത് കഴിഞ്ഞു പോരെ എന്നൊരു സജഷൻ ചോദിച്ചു. ആസ്ട്രോളജിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ അതൊന്ന് ക്ലിക്കായി. ഇത് വേറെ ആര് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ലല്ലോ. ഇത് ഇങ്ങനെ ഉപയോഗിക്കാം. അതാണ് ആ ഒരു സമയം നമുക്കൊരു ആസ്ട്രോളജിക്കൽ സൊല്യൂഷൻ കൊടുത്താൽ അത് കേൾക്കും. അതിനെ പോസിറ്റീവായിട്ടുള്ള സൊല്യൂഷനാക്കി മാറ്റാനാണ് ഞാൻ പറയുന്നത്. അല്ല ആസ്ട്രോളജി തെറ്റാണോ, ആസ്ട്രോളജി കൊള്ളത്തില്ലെന്നോ അല്ല. നിങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻസ് പോസിറ്റീവ് ആകുക. നിങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻ ഒരാളുടെ പണം അപഹരിക്കുന്നതാകരുത്. നിങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻ അവന് സാമ്പത്തിക നഷ്ടം വരാത്തതും അവന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തുന്നതും ആകണം. അതാണ് എന്റെ നിർദ്ദേശം. പോസിറ്റീവ് സൊല്യൂഷൻ ആയതുകൊണ്ടാണോ ഈ സെലിബ്രിറ്റിയിൽ ഇങ്ങനെ നമ്മളെ? തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര്, നമ്മള് ശരിക്കും എന്റെ ജീവിതത്തിലൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചെറുതിലെ കാണണം, അല്ലെങ്കിൽ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും
ഞാൻ അഹങ്കാരം പറയുന്നത് നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു ഫോണിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എന്തുകൊണ്ട് മോനെ എന്ന് ചോദിക്കാനോ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് എന്റെ നിലപാട് തന്നെ. എനിക്കതിൽ നഷ്ടം തോന്നുന്നില്ല. എന്റെ നിലപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, അത് സ്വാഭാവികമായിട്ട് വരും. അല്ലാതെ നമ്മളെ ഒരാൾ കള്ളൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തത്തില്ലല്ലോ. കൂടുതൽ സെലിബ്രിറ്റികൾ വരുംതോറും നമ്മൾ കൂടുതൽ സെലിബ്രിറ്റി ആവുകയാണ്. പിന്നെ ഞാൻ പറയില്ലേ, നിലപാടുകൾ കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ വന്നപ്പം എല്ലാവരും സെലിബ്രിറ്റി അല്ലേ. അഭിലാഷൊക്കെ കാണുമ്പോഴും പണ്ട് അഭിലാഷൊക്കെ എത്രയോ വിവാദമായ എത്രയോ ഗംഭീരമായ വാർത്തകൾ എഴുതിയിട്ടുള്ള ആളാണ്. അന്ന് പുറത്തോട്ട് നടന്നു പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയത്തില്ല. ഇന്ന് അഭിലാഷിനെ കാണുമ്പോൾ അറിയാം അത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗുണം കൂടാണ്. ഈ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധമാണോ സിനിമ അഭിനയത്തിലേക്കും കിടക്കാൻ കാരണം? ശരിക്കും എനിക്ക് അങ്ങനെ ഒരു മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധമാണ്. മോഹം ഉണ്ടെങ്കിൽ പണ്ടേ അഭിനയിക്കും. കാരണം അത്രയ്ക്ക് അറിയപ്പെടുന്ന ആളുകളുമായി എനിക്ക് ബന്ധമുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരാള് എന്റെ വീട്ടിലിങ്ങനെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാമോ ചോദിച്ചു. ലൂയിസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അഭിനയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിച്ചു. വലുതായിട്ട് അത്യാവശ്യം ഓടിയെങ്കിലും വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടുന്ന ഒരു സിനിമ ആയിരുന്നില്ല. പിന്നീട് നമ്മുടെ ഉടൽ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ രതീഷ് രഘുനന്ദൻ, അത് നമ്മളൊക്കെ ഒന്നിച്ച് ചാനലിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സിനിമയിലും ഒരു ചെറിയ റോൾ ചെയ്ത് ഇപ്പൊ ഒരു നല്ല സിനിമ വരുന്നുണ്ട്. ബിജു മേനോൻ അഭിനയിക്കുന്ന കഥ ഇന്നുവരെ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. നമ്മുടെ അടൂരുള്ള വിഷ്ണു മോഹൻ മേപ്പടിയാൻ സിനിമയുടെ ഡയറക്ടർ, അദ്ദേഹം ഡയറക്ട് ചെയ്യുന്നതാണ്. മേതിൽ ദേവിയൊക്കെ അഭിനയിച്ചു. അതിലൊരു നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ പോലെ ഉണ്ട്. ഇന്ന് നമുക്ക് സിനിമയാണ്, ചിലപ്പോൾ കട്ട് ചെയ്ത് അവസാനം വരുമ്പോൾ ഒരു സീരിയലേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. അഭിനയിച്ചത് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. വരുമ്പോ അറിയാം നല്ലതാണ്. അഭിനയം ജ്യോതിഷമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ എങ്ങനെ? അല്ല, എനിക്ക് ജ്യോതിഷം തന്നെയാണ് ഇഷ്ടം. അഭിനയം നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല. ഒരു മേക്കപ്പ് ഇട്ട് മണിക്കൂറുകൾ, എന്നെ സംബന്ധിച്ച് ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഈ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറേ നേരം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ജ്യോതിഷമാണ് ഇഷ്ടം. കാരണം ഡെയിലി ഒരുപാട് കഥകൾ കേൾക്കാം. ഒരു ദിവസം ഒരു 10, 15, 20, 30 ആളുകളുടെ കഥകൾ, അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കേൾക്കുന്നത് നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാണുന്നത് മാത്രമല്ല ജീവിതം, ഒത്തിരി വേറെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നതിനേക്കാളേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അതും ഈ ജോലിസിനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വലിയ പ്രശ്നമാണെന്ന് ചിന്തിച്ചു വരുന്ന ആളോട് ഇതൊന്നും അല്ല പ്രശ്നം, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾ തൊട്ടപ്പുറത്തുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ബോധിപ്പിക്കണം. കുഞ്ഞു പ്രശ്നങ്ങൾ വലുതാണെന്ന് ചിന്തിച്ചൊക്കെ വരും. ഇത് കേൾക്കുക, അവർക്ക് പരിഹാരം കൊടുക്കുക, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. എനിക്ക് വലിയൊരു പാഷനായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ആദ്യം എനിക്ക് ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഇതൊരു രസകരമായ ഒരു പാഷനായി വരും. സിനിമയിൽ അഭിനയിക്കുന്നെങ്കിൽ ഇത് വിട്ടിട്ടൊരു അഭിനയമൊന്നുമില്ല കേട്ടോ. ഒന്നാമതെ വലിയ പണമുടക്കുള്ളതുണ്ടാവാം, അല്ലെങ്കിൽ അതിനുള്ള റിട്ടേൺസ് കൂടുതൽ കിട്ടുന്നുണ്ടാവാം. ഈ വിശ്വാസം കൂടുതൽ ഇടവഴിക്ക് കിടക്കുന്ന ഒരു മേഖലയാണ് സിനിമ. അപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ആ മേഖലയിലില്ലേ? ഈ സിനിമയുടെ ഇപ്പം പേരിടുന്നതിനകത്ത് പല കാര്യങ്ങൾ സജഷൻസ് ചോദിക്കുന്നവരുണ്ട്. പിന്നെ പൂജകൾക്കൊക്കെ ഡേറ്റ് എടുക്കുന്നവരുണ്ട്. കാരണം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിൽ എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ ഡേറ്റ് നല്ലതായതുകൊണ്ട് മാത്രം സിനിമ നല്ലതാണെന്നൊന്നുമില്ല. അതിലെ കണ്ടന്റും കഥയൊക്കെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് അതൊരു കോൺഫിഡൻസ് ആണ്. ഇങ്ങനെ ഒരു ഡേറ്റ് നമ്മൾ എടുത്തു തുടങ്ങി. അപ്പം അതൊരു എല്ലാ മേഖലകളിലും കോൺഫിഡൻസ് വരണമല്ലോ. ഒരു ആക്ടർ വന്നാൽ അയാൾ അഭിനയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. എഡിറ്റ് ചെയ്യുന്ന ആൾ എഡിറ്റ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. സൗണ്ട് എഞ്ചിനീയേഴ്സ് അധികം, ക്യാമറാമാൻ അധികം എന്നുള്ള കോൺഫിഡൻസ് വേണം. എന്ന് പറഞ്ഞ പോലെ ഒരു ഡേറ്റ് എടുത്തു കൊടുക്കുമ്പോൾ ആ ഡേറ്റിൽ സിനിമ ചെയ്യുമ്പോൾ അത് നല്ലതാണെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവാം. അതുപോലുള്ള പല കാര്യങ്ങൾ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇത് വെറുതെ കൊണ്ട് കടലിൽ കളയാൻ പറ്റില്ലല്ലോ. റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ചെയ്യാറുള്ളത്. ഇങ്ങനെ ഈ പേരിടുമ്പം തൊട്ട് പേരിടും. ഒത്തിരി സീരിയലുകളും സിനിമകളും ഒക്കെ അങ്ങനെ പേരിടാനൊക്കെ. പക്ഷെ ഞാൻ അവരോട് പറയും, നിങ്ങളൊരു 3-4 പേര് പറയും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ കേവലം ജ്യോതിഷ പുസ്തകങ്ങൾ മാത്രം വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ആളല്ല. അതിലെല്ലാ പുസ്തകങ്ങളും വായിക്കണം. യുക്തിവാദികളുടെ പുസ്തകങ്ങളും വായിക്കണം. ഒരു ബിസിനസ്സിൽ പ്രശ്നവുമായിട്ട് വരുന്ന ഒരാൾക്ക് കേവലം ദൈവികമായ ആസ്ട്രോളജിക്കൽ ഉപദേശം മാത്രമല്ല കൊടുക്കേണ്ടത്. അയാൾക്ക് ബിസിനസ് അഡ്വൈസ് കൊടുക്കണം. ബിസിനസ് അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ജോലിസിന് അത്യാവശ്യം ബിസിനസ് സ്ട്രാറ്റജികൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് സ്ട്രാറ്റജികളാണ് പൊക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് ധാരാളം വ്യാപകമായിട്ടുണ്ട്. അതിലൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യണം. നമ്മൾ നല്ലോണം റീഡ് ചെയ്യണം. ഒരു സിനിമ എടുക്കാൻ വരുന്ന ഒരാളോട് കേവലം നിങ്ങൾ ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എടുക്കുന്നല്ല. അതിനകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ, മോശ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള. ശരിക്കും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, സിനിമകളുടെ കഥകൾ വന്ന് എന്നോട് ഡിസ്കസ് ചെയ്യും ചില ആളുകൾ. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ
ഞാൻ ഒരുപാട് കഥകൾ ഇപ്പുറത്ത് കേൾക്കുന്ന ആളാണ്. പച്ചയായ ജീവിതങ്ങൾ കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് നല്ല സജഷൻസ് കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ എന്നും കേൾക്കുന്നതാണ്, ഇന്നത്തെ സിനിമകൾ വിജയിക്കുന്ന എവിടാ? പച്ചയായ ജീവിതമുള്ള സിനിമകളാണ് മലയാളത്തിൽ വിജയിക്കുന്നത്. അല്ലാത്ത സിനിമകളെല്ലാം തള്ളിക്കളയുന്നുണ്ട്. അപ്പോ ഡെയിലി നമ്മൾ കേൾക്കുന്ന ഇതാണ്, പച്ചയായ ജീവിതമാണ്. ഈ കഴിഞ്ഞ ദിവസവും എൻ്റെ എനിക്കറിയാവുന്ന ഒരാള് ക്രൗൺ പ്ലാസയിൽ വിളിച്ചിരുത്തിയിട്ട് സിനിമയുടെ കഥ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ അതിനകത്ത് ചില ഇങ്ങനെ വന്നാൽ കൊള്ളില്ലേ, കുറച്ച് രസമല്ലേ എന്ന്. അപ്പൊ അത് എനിക്ക് എവിടുന്ന് കിട്ടുന്ന, അത് ജ്യോതിഷ സാധനമല്ല, എന്റെ അടുത്ത് വന്ന് പറയുന്ന ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് അവർക്കും അത് തോന്നി ഭയങ്കര. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരാളുടെ ഒരു സിനിമയുടെ കഥ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ക്ലൈമാക്സ് അടക്കം, വേറൊരു സിനിമ വന്നിട്ടില്ല, വരുമ്പോൾ അവർ തന്നെ പറയുമായിരിക്കും, ക്ലൈമാക്സ് അടക്കം ഞാൻ വേറൊരു രീതിയിലേക്ക് ആക്കിയാൽ ഇതായിരിക്കത്തില്ലേ കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് ചോദിച്ചിട്ട് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് ഭയങ്കര, കേട്ട ആളുകൾക്കെല്ലാം അത് ഭയങ്കര രസകരമായി തോന്നി. അത് നിങ്ങൾ കേവലം ഒരു ആസ്ട്രോളജിക്കൽ സാധനമല്ല, പക്ഷെ ഒരു ആസ്ട്രോളജർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്, ആ അറിവിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ജ്യോത്സ്യന്മാർ അപ്ഡേറ്റ് ആവണം. ഈ ജ്യോത്സ്യന്മാർ കേവലം ഈ കബഡി വെച്ചിട്ട് ഇത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പറയുന്ന ആളുകൾ മാത്രമാവരുത്. കാരണം ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം. ഒരു സിനിമാക്കാരൻ വന്നാൽ അവൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ഒരു ബിസിനസ്സുകാരൻ വന്നാൽ അവൻ അതിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ഒരു അഡ്വക്കേറ്റ് വന്നാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ഒരു ഡോക്ടർ വന്നാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ഒരു സാധാരണക്കാരൻ വന്നാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് ഇത്തരത്തിൽ പല പ്രകാരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ അവരോടെല്ലാം കേവലം ഒരേ മറുപടി പറയുന്നതിന് പകരം അവർക്ക് ഇന്നലെ ഒരു ആൾ എന്നോട് വന്ന് പറഞ്ഞത്, വന്ന് അവർക്കൊരു ബിസിനസ് ഇടണം. അപ്പൊ ആ ബിസിനസ് ഞാനിപ്പോ പേര് റിലീവ് ചെയ്യുന്നില്ല, കാരണം ആ പേര് അവര് എടുത്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിനൊരു പേര് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതൊരു ആസ്ട്രോളജിക്കൽ നെയിം അല്ല, പക്ഷെ ഭയങ്കര രസകരമായ ഒരു നെയിം. അവര് ഞെട്ടിപ്പോയി. അത് വിത്തിൻ സെക്കൻഡ്സിൽ പറഞ്ഞു. അത് ഞാൻ പറയാം, എന്റെ ജ്ഞാനദൃഷ്ടിയല്ല, എന്റെ ഒബ്സർവേഷനും എന്റെ വായനയും ഞാൻ കേൾക്കുന്നതിൽ നിന്ന് പറഞ്ഞു കൊടുത്തൊരു കാര്യം. സിനിമാ മേഖല എന്ന് പറയുന്നത് ജ്യോത്സ്യന്മാരുടെ ഇടയിൽ ഒരു ഈഗോ ക്ലാഷ് അല്ല, 100% എന്നോട് വിരോധമുള്ള ആളുകളുണ്ട്. അത് പലരും നോക്കിക്കാൻ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, അവൻ കള്ളനാണ്, അവന്റെ അടുത്ത് പോകരുത്, അവൻ കുഴപ്പക്കാരനാണെന്ന് പറയും. അത് പറയണം. കാരണം അഭിലാഷ്, നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ അതല്ല മറ്റതാണ് ശരിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചെല്ലുന്ന ആളൊരു ചോദ്യം ചോദിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ ജ്യോത്സ്യനോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഒരു കാര്യം പറയുമ്പോൾ ഈ ഹൈന്ദവ വിശ്വാസികളാണല്ലോ കൂടുതൽ ഇതിൽ പോകുന്നത്. ഈ ഹൈന്ദവ വിശ്വാസികൾ മണ്ടന്മാരാകുന്നത്. ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കണം, ഇതെങ്ങനെയാണ് ഇതും അതും കൂടെ ശരിയാകുന്നത്, എന്നോട് ചോദിക്കണം. ഞാൻ തുറന്ന മനസ്സോടെ കേൾക്കാൻ തയ്യാറാണ്. ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ക്ലാഷ് ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിന് എനിക്ക് അവരോട് ദേഷ്യമോ വിരോധമോ ഇല്ല. കാരണം എന്താ അറിയോ, അവർക്കത് വിമർശിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാനിത് പറയുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരാൾ പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ജ്യോതിഷ വിശ്വാസം. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് അവനെതിരെ ഒരു പോസ്റ്റ് ഇട്, അപ്പൊ ഞങ്ങളെല്ലാം കൂടെ കയറി അവനെ പൊങ്കാല ഇടാം. എന്തിന്? ആളുടെ വിശ്വാസം അതാണ്, അതുകൊണ്ട് അയാൾ ആ പോസ്റ്റ് ഇട്ടു. നമുക്കത് തിരുത്തേണ്ട ആവശ്യമില്ല. അയാൾക്ക് വേണമെങ്കിൽ എന്ത്, ഒരു ക്യാമറയും വെച്ചോണ്ട് എന്റെ മുമ്പിലേക്ക് വരാം. ഞാൻ അവിടെ കയറാൻ മൊബൈൽ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല. ആർക്കും എന്റെ മുമ്പിൽ വരാം. വന്നിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ഇവൻ കള്ളനാണ്, നാട്ടിൽ ഇവൻ ഇങ്ങനെ പറഞ്ഞത് പുറത്ത് വിടുന്നിടത്താണ് ചങ്കൂറ്റം, അല്ലെങ്കിൽ അതാണ് ഒരു എന്താ പറയുക, ഒരു ജേർണലിസ്റ്റിക്കൽ അപ്രോച്ച്. അതില്ലാതെ പുറത്തിരുന്നോണ്ട് ഇവനിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ ഓഫീസിലേക്ക് കടന്നു പോവാ, ഞാൻ എന്താ പറയുന്നത് പറയുന്നത് കേട്ടിട്ട് ആ പറയുന്ന സാധനത്തെ പിടിച്ച് വിമർശനം ചെയ്യുമ്പോഴാണ്. അപ്പൊ വന്നിട്ട് ഒരാള് വിമർശനം പറഞ്ഞാൽ, ഇതിന്റെ തെളിവ് സഹിതം കൊണ്ടുവന്നിട്ട് വിമർശനം പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുക. അല്ലാതെ നമ്മളൊരു പരിചയമില്ലാത്ത ഒരാൾ എവിടോ ഇരുന്നിട്ട് എന്തെങ്കിലും പറയുന്നതിന് നമ്മളെന്ത് മറുപടി കൊടുക്കും? ഈ കാലഘട്ടത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രവചനം നടത്തുന്ന ജ്യോത്സ്യന്മാർ എണ്ണം കൂടുക. എന്റെ ഒരു നിലപാട് ഞാൻ എന്റെ ഫേസ്ബുക്കിന്റെ ബയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രവചിക്കാൻ അറിയത്തില്ല. പ്രവചനം പ്രതീക്ഷിച്ച് ആരും എന്റെ അടുത്തോട്ട് വരണ്ട എന്ന് എന്റെ ബയോയിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. ചിലപ്പോൾ പ്രവചനം നടത്തുന്നവരുണ്ടാവാം, അവർ നടത്തിക്കോട്ടെ. എനിക്കറിയാത്തൊരു കാര്യമാണ് ഈ പ്രവചനം. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാമോ? എനിക്കറിയാവുന്നത് 2018 പ്രളയം വന്നപ്പോൾ ബോട്ടിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തിയ ആളാണ്. ഞാൻ പ്രവചിച്ചിട്ടില്ല. 2018 പ്രളയം ഞാൻ പ്രവചിച്ചില്ല. പകരം പ്രളയം ഉണ്ടായപ്പോൾ ബോട്ട് എടുത്തുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്തിരുന്നുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ പോകൂ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ റെഡിയാണ് രക്ഷിക്കാൻ. ഇന്നും വീഡിയോ അവൈലബിൾ ആണ് ഫേസ്ബുക്കിൽ നോക്കിയാൽ. എന്നിട്ട് ബോട്ടില് പന്തളത്തൊക്കെ പോയിട്ട് ആ ഇടയിലുള്ള, എനിക്ക് നീന്താൻ അറിയാം, ഇടയിലുള്ള വീടുകളിലൊക്കെ പോയി ആളുകളെ രക്ഷിച്ച് ദുരന്തമുഖത്ത് പോയി പ്രവർത്തിച്ച ആളാണ്. എനിക്ക് പ്രവചനം അറിയില്ല, എനിക്ക് പ്രവർത്തിക്കാൻ അറിയാം. കോവിഡ് വന്നപ്പോ ഞാൻ പ്രവചിച്ചില്ല കോവിഡ്, എനിക്ക് പ്രവചിക്കാൻ അറിയില്ല. പകരം കോവിഡിന് എന്താണോ ഒരാൾക്ക് സഹായം വേണ്ടത്, അവർക്ക് ഭക്ഷണധാന്യങ്ങൾ എത്തിക്കാൻ
ആരോഗ്യം പോലും നോക്കാൻ നമുക്ക് മാറി കിടക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലായിട്ടും അന്ന് മാസ്കും വെച്ച് ഗ്ലൗസും ഇട്ട് ഇതും ചെയ്തിട്ട് എവിടൊക്കെയാണോ കിട്ടാനില്ലാത്ത ഒരുപാട് ഈ ആദിവാസി കോളനികളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പാക്കറ്റുകളുമായി പോയി അവർക്ക് വേണ്ട സാധനങ്ങളും സാമഗ്രികളും കൊടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് പ്രവചിക്കാൻ അറിയില്ല, പക്ഷെ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ പ്രവർത്തിക്കാൻ എനിക്കറിയാം. ഒരു പ്രളയം വന്നാൽ ഞാൻ പ്രവർത്തനത്തിലിറങ്ങും. ഒരു ദുരന്തം നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു ദുരന്തം വന്നാൽ ആ ദുരന്തത്തെ പ്രവർത്തിക്കാൻ എനിക്കറിയാം. പ്രവചനം അറിയാത്തത് ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കും, പക്ഷെ ഇതിലൊരു അപകടമുണ്ട്. ഈ പ്രവചനമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്താ അറിയാം? പ്രവചനം നടത്തിയ പലരും പ്രവചനത്തിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഈ പ്രവചനത്തിന് എവിടെയാണ് പരിഹാരം? അഭിലാഷ്, പ്രവചനമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അഭിലാഷിന്റെ ജീവിതത്തിൽ ഇന്ന ദിവസം ഇന്നത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചു, പിന്നെ പരിഹാരം എന്തിനാ ചെയ്യുന്നത്? അത് സംഭവിച്ചിരിക്കണം. പ്രവചനമാണെങ്കിൽ ക്ഷേത്രങ്ങൾ പാടില്ല, പ്രവചനമാണെങ്കിൽ പരിഹാരം പാടില്ല. ജ്യോതിഷം പ്രവചനമാണെങ്കിൽ അഭിലാഷിന്റെ ജീവിതത്തിൽ അടുത്ത മാസം ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പരിഹാരം ചെയ്യേണ്ട എന്തിനു പരിഹാരം ചെയ്യുന്നത്? ഇതിൽ നിന്ന് മാറാൻ, കണ്ണിൽ കൊള്ളാറുള്ളത് പുരിയത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പരിഹാരം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പ്രവചനമാണെങ്കിൽ ഇത് പരിഹാരം ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രവചനം ചെയ്യുന്നവരുണ്ടാവും, അവരുടെ കഴിവ് ഞാൻ അവരെ ബഹുമാനത്തോടു കൂടി കാണുന്നു. എനിക്കറിയാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുന്നെങ്കിൽ അത് നല്ലതാണെന്നാണ്. എനിക്കിത് അറിയത്തില്ലെന്ന് ഞാൻ എൻ്റെ ബയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രവചനം പ്രതീക്ഷിച്ചാലും ഈ വഴി വരണ്ട. പ്രവർത്തനം പ്രതീക്ഷിച്ച് വരൂ. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ, ഞാൻ കൂടെ നിൽക്കും. അതിനെയും എൻ്റെ ഫിസിക്കലി നിൽക്കണമെങ്കിൽ ഫിസിക്കലി നിൽക്കും, മെന്റലി നിൽക്കണമെങ്കിൽ മെന്റലി നിൽക്കും. ഒരാൾ മാനസികമായി തകർന്നു നിൽക്കുകയാണോ, അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ, അയാൾക്ക് 100% മാനസികമായും ഫിസിക്കലിയും എന്ത് സപ്പോർട്ടാണോ ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുക്കും. അത് പൈസ മേടിച്ചുകൊണ്ടുമല്ല, ഒരു യാതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഒരു ഇമേജും നോക്കത്തില്ല. ഒരു പ്രശ്നം ഉണ്ടാകുന്ന ആളുടെ കൂടെ നിൽക്കും.